ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന സമയം കൂട്ടുന്ന കാര്യം ആലോചിക്കണമെന്ന് ഹൈക്കോടതി. ക്യൂ സംവിധാനത്തിൽ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വരുത്തണം. നിലവിലെ രീതി സ്ത്രീകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം ഓൺലൈൻ ബുക്കിംഗ് വഴി വരുന്നവർക്ക് മാത്രമായി മാറ്റിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, ഇതിപ്പോൾ എന്ത് വിഷയത്തിലായിരുന്നു കോടതിയുടെ ഈ ഇടപെടൽ? എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ പരമ്പരാഗതമായി ക്യൂ സംവിധാനങ്ങൾ അത് ശാസ്ത്രീയമായ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആ ക്യൂ സംവിധാനത്തിൽ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സ്ഥിതി, അത് ആ രീതിയിൽ സ്ത്രീകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനനുസരിച്ച് ദർശന സമയം കൂട്ടുന്ന ഒരു കാര്യം അത് ഗൗരവമായി തന്നെ പരിഗണിക്കണം, അക്കാര്യം ആലോചിക്കണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്ത്രിയുമായി കൂടി ചേർന്ന് ഒരു ആലോചന നടത്തി ഒരു തീരുമാനമെടുക്കണം. മാത്രമല്ല, അവിടെ പരമാവധി ഇപ്പൊ നിലവിലൊക്കെ നമുക്കറിയാം, ഇപ്പൊ ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യത്തിലുമൊക്കെ ആളുകൾ എത്ര വന്നു പോകുന്നു, ദർശനം നടത്താൻ എത്ര ആളുകളുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ കണക്ക് എവിടെയും ഉള്ളതായി അറിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിലും കോടതി അത് തന്നെ പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ സുരക്ഷിതമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവിടെ എത്തി കൃത്യമായി തന്നെ മറ്റു പ്രശ്നങ്ങളോ കാറ്റാസ്ട്രോഫി ഒന്നുമില്ലാതെ കൃത്യമായി അവിടെ വരാൻ കഴിയുന്ന ഭക്തരുടെ പരമാവധി എണ്ണം കണക്കാക്കണം. ആഴ്ചയിൽ 2 ദിവസം ഓൺലൈൻ ബുക്കിംഗ് വഴി വരുന്നവർക്ക് മാത്രമായി മാറ്റിവെക്കണം. അങ്ങനെയാകുമ്പോൾ ആ സൗകര്യം പരമാവധി പേർ ഉൾപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ തിരക്ക് ക്രമീകരിക്കാൻ കഴിയും. ആളുകൾക്ക് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ചെലവഴിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനും കഴിയും. അങ്ങനെ സ്പോട്ട് ബുക്കിങ്ങിന് തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെ നിർബന്ധമാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ഓൺലൈൻ ബുക്കിങ്ങിന് വേണ്ടി മാത്രം 2 ദിവസം മാറ്റിവെക്കണം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ, ശിശുക്കളോടൊപ്പമുള്ള അമ്മമാർ, അതായത് ചെറിയ കുഞ്ഞുങ്ങളോടൊക്കെ ഒപ്പം ക്ഷേത്രത്തിൽ വരുന്ന അമ്മമാർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തന്ത്രിയുമായി ആലോചിച്ച് അടിയന്തരമായി തന്നെ ഒരു തീരുമാനമെടുക്കണം, അക്കാര്യം ഗൗരവമായി തന്നെ ആലോചിക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത.